നമസ്കാരം. റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ. പതങ്കയത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയെ രണ്ടാം ദിനത്തിലെ തിരച്ചിലും കണ്ടെത്താനായില്ല. ഗതാഗത കുരുക്കിൽ വലഞ്ഞ് അഗസ്ത്യൻ മൊഴി. ഉപകരണ ചലഞ്ച്. കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റീവ് സമാഹരിച്ചത് 15 ലക്ഷത്തിൻ്റെ ഉപകരണങ്ങൾ. പൊതുകിണർ പുതുക്കിപ്പണിയാൻ വ്യാപാരികളുടെ കൈത്താങ്ങ്. വാർത്തകൾ വിശദമായി. പതങ്കയത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയെ രണ്ടാം ദിനത്തിലെ തിരച്ചിലിലും കണ്ടെത്താനായില്ല. ഞായറാഴ്ച ഉച്ചയോടെയാണ് മഞ്ചേരി സ്വദേശിയായ വിദ്യാർത്ഥിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. 6 അംഗ സംഘത്തോടൊപ്പം എത്തിയതായിരുന്നു. വൈകുന്നേരം കനത്ത മഴ പെയ്തതിനെ തുടർന്ന് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ 2 ദിവസങ്ങളിലും തിരച്ചിൽ നേരത്തെ അവസാനിപ്പിക്കേണ്ടി വന്നു. അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഇത്. കോടഞ്ചേരി പോലീസ്, മുക്കം അഗ്നിരക്ഷാസേന, സ്കൂബ ഡൈവിംഗ് ടീം എന്നിവർക്കൊപ്പം വിവിധ സന്നദ്ധ സംഘടനകളായ കർമ്മ ഓമശ്ശേരി, എൻ്റെ മുക്കം, ഓമശ്ശേരി ടാസ്ക് ഫോഴ്സ്, TDRF തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൊവ്വാഴ്ച രാവിലെ നേരത്തെ തിരച്ചിൽ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് പുറമെ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘവും തിരച്ചിൽ നടക്കുന്ന സ്ഥലം സന്ദർശിച്ചു. കുരുക്കഴിയാതെ അഗസ്ത്യൻ മൊഴി. മുക്കത്ത് നിന്നും കോഴിക്കോട്, താമരശ്ശേരി, തിരുവമ്പാടി ഭാഗങ്ങളിലേക്ക് വഴിമാറിപ്പോകുന്ന അഗസ്ത്യൻമൊഴി അങ്ങാടിയിലെ ഗതാഗത കുരുക്ക് രൂക്ഷമായി തുടരുന്നു. കഴിഞ്ഞ ദിവസം കുരുക്കിൽപ്പെട്ട വാഹനങ്ങളുടെ നീണ്ട നിര കാണാമായിരുന്നു. ഈ ഭാഗത്ത് റോഡിൻ്റെ വീതി കുറവ്, നടുഭാഗത്തുള്ള ആൽമരം, വാഹനങ്ങളുടെ പെരുപ്പം, നിര തെറ്റിച്ചോടുന്ന വാഹനങ്ങൾ തുടങ്ങി ഗതാഗത കുരുക്കിൻ്റെ കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോകുന്നവരെയും അത്യാവശ്യ യാത്രക്കാരെയും ആംബുലൻസ് സർവീസുകളെയും പലപ്പോഴും ഇവിടുത്തെ ഗതാഗത തടസ്സം ബാധിക്കുന്നുണ്ട്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകേണ്ടുന്ന വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന മാമ്പറ്റ ബൈപ്പാസ് റോഡിലെ കലുങ്ക് പണി നടക്കുന്നതിനാൽ ഇതുവഴി പോകേണ്ടുന്ന വാഹനങ്ങളും ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റീവിന് നാട്ടുകാർ സ്വരൂപിച്ചത് 15 ലക്ഷത്തിൻ്റെ ഉപകരണങ്ങൾ. പഞ്ചായത്തിലെ ഗുരുതര രോഗം ബാധിച്ചവർക്കും കിടപ്പ് രോഗികൾക്കും ആശ്വാസം പകരാൻ സംഘടിപ്പിച്ച ഉപകരണ ചലഞ്ചിലാണ് 15 ലക്ഷത്തിൻ്റെ ഉപകരണങ്ങൾ ലഭിച്ചത്. ജില്ലയിൽ 80 പാലിയേറ്റീവ് യൂണിറ്റുകളിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റീവ് യൂണിറ്റിലാണ്. 400-ലേറെ വരുന്ന പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, വീൽചെയർ, കട്ടിൽ, വാട്ടർ ബെഡ് തുടങ്ങിയ ഉപകരണങ്ങൾ തികയാത്ത സാഹചര്യത്തിലായിരുന്നു ഉപകരണ ചാലഞ്ച് സംഘടിപ്പിച്ചത്. വിവിധ വാർഡുകളിലുള്ള ആളുകൾ രോഗി സഹായ ഉപകരണ ചലഞ്ചിൽ കൈകോർത്തു. നാട്ടിലെ പ്രവാസികൾ പ്രധാന പങ്കാളികളായി. നെല്ലിക്കപ്പറമ്പ് സൗഹൃദവേദി ഖത്തർ അസോസിയേഷൻ 1 ലക്ഷത്തോളം രൂപയുടെ ഉപകരണങ്ങളാണ് ആശ്വാസ് പാലിയേറ്റീവിന് സമർപ്പിച്ചത്. ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MA സൗദ ഉദ്ഘാടനം ചെയ്തു. ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റി ജനറൽ കൺവീനർ MT സയ്യിദ് ഫസൽ അധ്യക്ഷത വഹിച്ചു. നെല്ലിക്കപ്പറമ്പ് സൗഹൃദവേദി ഖത്തർ ഭാരവാഹികളായ AM അഹമ്മദ് ഷാഫി, സലാം താളത്തിൽ, TP സലാം, E ഷാക്കി, സുൽഫീഖർ, AM മുജീബ്, ഷംസുദ്ദീൻ, ആശ്വാസ് പാലിയേറ്റീവ് ട്രഷറർ G അബ്ദുൽ അക്ബർ, കോർഡിനേറ്റർ നടുക്കണ്ടി അബൂബക്കർ, സലീം തോട്ടത്തിൽ, റീന പ്രകാശ്, സുഹറ കരുവോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുകിണർ പുതുക്കിപ്പണിയാൻ വ്യാപാരികളുടെ കൈത്താങ്ങ്. മുത്തേരി അങ്ങാടിയിലെ വ്യാപാരികൾക്കും പരിസരവാസികൾക്കും പ്രയോജനപ്പെടുന്ന ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന പൊതുകിണർ പുനർനിർമ്മിക്കുന്നതിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഗസ്ത്യൻമൊഴി യൂണിറ്റ് ധനസഹായം നൽകി. സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ധനസഹായം നൽകിയത്. മുത്തേരിയിൽ നടന്ന ചടങ്ങ് യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് പൈമ്പാള്ളിയിൽ നിന്ന് മുക്കം നഗരസഭാ കൗൺസിലർ MT വേണുഗോപാൽ ഏറ്റുവാങ്ങി. ചടങ്ങിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി TK സുബ്രഹ്മണ്യൻ, സലീം മുത്തേരി, ഗിരീഷ് കുമാർ, അബ്ദുൽ നാസർ, കൃഷ്ണൻ TK, പുഷ്പ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.